ഈ ഒരു IEMന്റെ ബിൽഡ് ക്വാളിറ്റിയും ഇതിന്റെ സൗണ്ട് എക്സ്പീരിയൻസും കേട്ട് കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇതിന്റെ പ്രൈസ് 2500 രൂപയാണെന്ന്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് CCAയുടെ ഫീനിക്സ്. ആൻഡ് ഈ ഒരു വീഡിയോ CCAയുടെ സ്പോൺസേർഡ് ഒന്നും അല്ല. CCA ശരിയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഒരു മാസം മുമ്പ് എനിക്ക് ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിൽ ഈ ഒരു ബ്രാൻഡിന് പ്രോഡക്റ്റ് തന്നതല്ലാതെ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു മാസം ഞാൻ പ്രോപ്പർലി യൂസ് ചെയ്തു. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഒരു മേജർ കാര്യം പറയാനുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നവർ സൂക്ഷിച്ചും കണ്ട് മാത്രം മേടിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടിയെന്ന് തീരുമാനിക്കും. കാരണം എൻ്റെ ഒരു ഫോളോവർ റീസെന്റ് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവർക്ക് കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ആൻഡ് സ്റ്റിൽ അതിന്റെ ഒരു സൊല്യൂഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു പ്രോബ്ലം എന്താണെന്നും പറയാം. അപ്പോൾ ഈ ഒരു CCA ഫീനിക്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഇതെന്ന് പറയുന്നത് കുറച്ചൊരു ബാലൻസ്ഡ് സൗണ്ട് ആണ്. എന്നാൽ അത്യാവശ്യം ബേസ് ഉണ്ട്, ഓവർ പവറിംഗ് അല്ല ബേസ്. നിങ്ങളൊരു ബാലൻസ്ഡ് സൗണ്ട് ഔട്ട്പുട്ട് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സാധനം നല്ല രീതിയിൽ ഡെലിവറി ചെയ്യും. നിങ്ങൾക്ക് ഗെയിം കളിക്കണോ, മ്യൂസിക് കേൾക്കണോ, മൂവീസ് കാണണോ, ഈ ഒരു പ്രോഡക്റ്റ് ആ കാറ്റഗറിയിലെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഗെയിമിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഏറ്റവും ബെസ്റ്റ് ബേസ് ഇതിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് അത്ര സൂപ്പർ ബേസ് അല്ല. എന്നാൽ ഇതിന്റെ ബേസിന് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ വോക്കൽ ക്ലാരിറ്റി ആണെങ്കിലും വോക്കൽ സെപ്പറേഷൻ ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് ഒരു 5000 റേഞ്ചിലുള്ള IEMs ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തപ്പോഴും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഇംപ്രൂവ്മെന്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ ഇയർ ടിപ്സ് ആയിരിക്കും. ഈ ഒരു ഇയർ ടിപ്പ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു ഫോം ഇയർ ടിപ്പിലോട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഉള്ള ഇയർ ടിപ്പിലോട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല എക്സ്പീരിയൻസ് ഈ ഒരു പ്രോഡക്റ്റ് നിന്ന് കിട്ടുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ബേസ് വേണമെന്നുണ്ടെങ്കിൽ ടാങ്സു വാർണർ SG2 റെഡ് ലൈൻ എഡിഷൻ പർച്ചേസ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റിന് ഒരുപാട് ഹെവി ബേസ് ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വരരുത്. നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള മ്യൂസിക്കിനോടാണ് താല്പര്യമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയായിട്ട് ഡെലിവറി ചെയ്യും. ആൻഡ് മൂവീസ് ഞാൻ കണ്ടുനോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മൂവീസിന്റെ എക്സ്പീരിയൻസ് നല്ലതാണ്. നല്ല വോക്കൽ ക്ലാരിറ്റി, നല്ല സൗണ്ടും ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഫുള്ളി മെറ്റൽ കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു IEMന്റെ ബോഡി വരുന്നത്. ഈ ഒരു കേസിംഗ് മെറ്റൽ ആയതുകൊണ്ട് ഇതിന് നല്ല പ്രീമിയം ഫീൽ വരുന്നുണ്ട്. എന്നാലും എൻ്റെ ഈ ഒരു പർപ്പിൾ കളറിൽ നിന്ന് പെയിന്റ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ വളരെ റഫ് യൂസ് ആയിരുന്നു. സോ ആ ഒരു റഫ് യൂസ് കാരണമായിരിക്കാം കുറച്ച് ഭാഗങ്ങളിൽ പെയിന്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കെയർഫുൾ ആയിട്ടല്ല ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ സിൽവർ കളർ എടുക്കുന്നതായിരിക്കും മച്ച് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഇതിന്റെ ബോഡി കേസിംഗ് മാത്രമല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് വരുന്നത്. ഇതിന്റെ കേബിൾസ് നോക്കുകയാണെങ്കിലും വളരെ പ്രീമിയം ആണ്. ഞാൻ ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള ബാക്കിയുള്ള IEMs ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ടോപ്പ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബെഞ്ച് മാർക്ക് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റ്. പിന്നെ ഇതിന്റെ കേബിളിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 3.5mm ജാക്ക് വരുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ടൈപ്പ് സി വേണം, അതോ നിങ്ങൾക്ക് മൈക്ക് വേണോ, മൈക്ക് വേണ്ടേ, സോ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു 3.5mm ജാക്ക് ഉള്ള മോഡലാണ്. അതിനുള്ള മെയിൻ റീസൺ ഈ ഒരു ടൈപ്പ് സി DSP മോഡലിലുള്ള DSP ഒട്ടും പവർഫുൾ അല്ല. അതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഇതുപോലത്തെ ഒരു ഡാക്ക് ആണ്. ഈ ഒരു ഡാക്ക് മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഒരു 750-800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓഡിയോ കൂളറിന്റെ മോഡൽസ് കിട്ടും. ഞാൻ കുറച്ച് നല്ല മോഡൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്തായാലും അതുപോലത്തെ ഒരു നല്ല ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഡാക്കിന്റെ ക്വാളിറ്റി ഒരിക്കലും ടൈപ്പ് സി വരുന്ന മോഡലിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ ഇതിന്റെ കൂടെ ഈ ഒരു ടൈപ്പ് പൗച്ചും കൂടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റിന് 2500 രൂപയ്ക്കകത്താണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് CCA ഫീനിക്സ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് കാർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടെ ആയിരിക്കും മിക്ക ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യുക. കോൺസെപ്റ്റ് കാർഡ് തന്നെയാണ് ആമസോണിലും സെല്ല് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അവരാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ബട്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഓർഡർ ട്രാക്ക് ചെയ്യാനുള്ള ഫീച്ചർ എല്ലാം കിട്ടുന്നുണ്ട്. റീസെന്റ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ ഒരു പ്രോഡക്റ്റ് കോൺസെപ്റ്റ് കാർഡിന്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഇതുവരെയും ഒരു അപ്ഡേറ്റും കോൺസെപ്റ്റ് കാർഡിന്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ നിന്നുള്ള പർച്ചേസ് ഒഴിവാക്കുക. ആൻഡ് ഇതിനു മുമ്പേയും പല ആൾക്കാരും കോൺസെപ്റ്റ് കാർഡിനെ തുറന്ന വെബ്സൈറ്റിനെ പറ്റി കംപ്ലൈൻറ്റ്സ് പറയുന്ന കേട്ടിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈം ആണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് കാർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. ബട്ട് ഈ ഒരു പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു IEM പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കാരണം. ഒരിക്കലും നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് റിഗ്രറ്റ് അടിക്കാൻ പോകുന്നില്ല. സോ നല്ല ക്വാളിറ്റി ഇതിന് എന്തായാലും സൗണ്ടിന്റെ കാര്യത്തിൽ തരുന്നുണ്ട്. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യം പറയാനാണെങ്കിൽ ഗെയിംസ് കളിക്കാനും അത്യാവശ്യം നല്ലതാണ് ഈ ഒരു പ്രോഡക്റ്റ്. എന്നാൽ ഗെയിംസിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയത്തില്ല. കാരണം ഗെയിമിങ്ങിന് വേറെയും IEMസിന്റെ കയ്യിലുണ്ട്, CCAയുടെ ഉണ്ട്, ബാക്കിയുള്ള കുറച്ച് ബ്രാൻഡ്സിന്റെ ഉണ്ട്. സോ അതുപോലത്തെ മോഡൽസ് കുറച്ചുകൂടെ ഗെയിമിങ്ങിന് വേണ്ടി സൗണ്ട് ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. സോ അതായിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും കവർ ചെയ്യുന്ന ഒരു IEM വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റും കവർ ചെയ്യുന്നുണ്ട്. നല്ല ബേസ് ഉണ്ട്, നല്ല ഒരു ട്രബിൾ റെസ്പോൺസ് എല്ലാം
കിട്ടുന്നുണ്ട്, നല്ല ഒരു ഓഡിയോ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഗെയിംസും അത്യാവശ്യം കളിക്കാൻ പറ്റുന്നതാണ്. സോ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഒരു മാസം ഞാൻ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഇനി ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ചുമ്മാ ഒരു വീക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, നല്ല ഹെവി ടെസ്റ്റിംഗ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ OnePlusനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.